നല്ല ടേസ്റ്റിൽ മസാലാപ്പൂരി ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചെടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചൂടുവെള്ളമായാലും പച്ചവെള്ളമായാലും ഏത് വെള്ളമായാലും കുഴപ്പമില്ല. വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും നല്ലപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂട്ടി ഒന്നും കൂടി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്ത ശേഷം ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഇതേ വലുപ്പത്തിൽ ചെറിയ ബോൾസ് ആക്കിയാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ടും ബോൾസ് ആക്കി എടുക്കുക. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ചെറിയൊരു കട്ടിയിലായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. നല്ലോണം നൈസായി പരത്തിയെടുക്കേണ്ട. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നാൽ ഓരോന്നായിട്ട് എടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പൊങ്ങി വന്നോളും. മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും റെഡിയായി കിട്ടിയാൽ നമുക്ക് കോരി മാറ്റാം. അങ്ങനെ മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തതും കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറിയ ജീരകവും പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം സ്പൈസിയാണ്. ഞാൻ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. ഈ തൈരിൻ്റെ കട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇത് ബെസ്റ്റ് കോംബോ ആണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.